السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. സ്നേഹ നിധികളായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലുള്ളവരും അല്ലാത്തവരുമായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവ അത്യുന്നതമായ നാമ ഗുണവിശേഷണങ്ങളുടെ ഗുണവസ്തുനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഞാൻ എന്നോടൊന്നോളം നിങ്ങളെയും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, അഥവാ ബലവത്തായി ഉപദേശിക്കുന്നു. സൂക്ഷിച്ച് ജീവിച്ച് മരിച്ച് നരകാഗ്നിയിൽ അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ച് അതിൻ്റെ തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ മാത്രമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ അവകാശികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സാബത്തും ഏതൊരു മാർഗത്തിലും ആ മാർഗം സ്വീകരിച്ച് മാർഗങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മേവർക്കും തൗഫീഖുമാറട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് സൂറത്തെ ഇസ്രായിൽ ഉള്ള 56-ാമത്തെ വചനം 57-ാമത്തെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. സുലഹ നിറഞ്ഞ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നമ്മളെയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സ്ഥാപിച്ച മാർഗം ജീവിതത്തിൽ പാത്യമാക്കി ജീവിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാത്തിഹ നാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനിപ്പിക്കുന്ന ഭാഗം പ്രത്യേകം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ ഞങ്ങളെ വഴി ചേർക്കണമേ, നയിക്കണമേ, വഴി കാണിച്ചു തരണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. നബി സാഹിബ് ധരിച്ച മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കൊണ്ടവരുടെ പാതയിലല്ല, ജൂത ക്രിസ്ത്യാനികളുടെ പാതയിലല്ല. കാരണം അവർ ദീനിൽ ഇല്ലാത്ത കാര്യം കൂട്ടിച്ചേർത്തു, ഉള്ള കാര്യം വെട്ടിച്ചുരുക്കുകയും ചെയ്ത് അവരോട് അല്ലാഹുവിൽ കോപ്പിക്കപ്പെട്ടു. ബിദ്അത്തുകളും ശിർക്കുകളും കൂട്ടിച്ചേർത്തു. യഥാർത്ഥ വിശ്വാസ ആചാരങ്ങൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് അവർ ഗ്രന്ഥം എഴുതി ഇല്ലാത്ത കൂട്ടിച്ചേർത്ത് വെട്ടിച്ചുരുക്കി. ഇത് അള്ളാഹു എന്നിട്ട് എന്ത് ചെയ്തു? അവർക്കനുസരിച്ച് ദഹക്കനുസരിച്ച് അവർ ദീനിനെ വക്രതകളുണ്ടാക്കി. അക്കാര്യം എടുത്തുദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അവിടുത്തെ കടുത്ത ശിക്ഷയുണ്ട് അവരുടെ കൈകൊണ്ട് എഴുതിയ കാരണത്താൽ എന്നൊക്കെ ഖുർആൻ ഉദ്ധരിക്കുന്നത്. അങ്ങോട്ടെല്ലാം പോകുന്നത്
ശേഷം പറഞ്ഞു അപ്പോൾ ഓയിലിൽ മാവുബിഹിം കോപ്പിക്കൊട്ട പാത, ആ പാത എന്തായാലും അപകടകരമാണ്, അതാണ് കോപ്പമാണ് മനസ്സിലാക്കുക. അത് ജൂത ക്രിസ്ത്യാനികൾ ചെയ്താലും ശരി, ശേഷമുള്ള ജീവിച്ചിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം നല്ലത് നിലയ്ക്ക് എന്ത് ചെയ്യുക, ഇതിൽ കൊണ്ടുവരിക. ഉദാഹരണന്മാരെ പറയുകയാണെങ്കിൽ ജന്മദിനം കൊണ്ടാടുക, മരിച്ച മഹാന്മാരോട് സഹായം ചോദിക്കുക, വഫാത്തായ പ്രവാചകരോട് പാപം തേടുക, ഇതൊന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞാൻ പഠിപ്പിച്ചെന്നല്ല. അതെന്താണ്? ബിദാത്താണ്, ശിർക്കിലെത്തിപ്പെടുന്ന മഹാപാപവും കൂടിയാണ്. ബിദാത്തുമാണ്, ശിർക്കെത്തിപ്പെടുന്ന മഹാപാപവും. അതാണ് മനസ്സിലാക്കുന്നത്. ബിദാത്തിലൂടെയാണ് ശിർക്കെത്തിപ്പെടുന്നത്. ബിദത്താണ് ശിർക്കിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കവാടമാണ്, വാതിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലക്ക് വളരെ കോപ്പിക്കപ്പെട്ട കാര്യവുമാണത്. അക്കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കണം. ഇല്ലാതായിപ്പോയാൽ നമ്മളെന്ത് ഇതായിപ്പോവും, ആ കൂടുതൽ ആയിപ്പോവും. അതുകൊണ്ടാണ് അള്ളാഹു തആല ഫാത്തിഹ ഓതി കൊണ്ടിരിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച പാത, അതേതാണ്? നബി സാഹിബ് മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കൊണ്ട പാതയല്ല, അതേതാണ്? ജൂത ക്രിസ്ത്യാനികളുടെ പാത. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവരോട് സാമ്യപ്പെട്ടുകൊണ്ട് ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക, ഉള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുക, അങ്ങനെ ഉള്ളവരുടെ പാതയല്ല, അത് കോപ്പിക്കൊണ്ട പാതയാണ്. ശേഷം പറഞ്ഞു വഴിയിച്ചോട് പാതയുമില്ല. അവരെന്താണ് വഴിയിക്കാൻ കാരണം? വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തില്ല, വായിച്ച് പഠിച്ചില്ല, അത് തഫ്സീറായ ഹദീസും പഠിച്ചിറങ്ങിയില്ല. അവരെന്ത് ചെയ്തു? ഫാൻസുകളായി അവരെന്ത് ചെയ്തു? പൂർവികന്മാരെ വാപ്പപ്പോരുടെ പാതയിൽ, അല്ലെങ്കിൽ ഇമാം ഏതെങ്കിലും ത്വരീഖത്തിൻ്റെ പാതയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ പാതയിൽ, ഇമാമിങ്ങളുടെ പാതയിൽ, അങ്ങനെ എന്ത് ചെയ്തു? വ്യത്യസ്ത പാർട്ടികളായി. നേതാക്കന്മാരെന്താ പറയുന്നു, അത് ശരിയാണോ തെറ്റാണെന്ന് നോക്കാതെ, ഇമാമികൾ എന്താ പറയുന്നു, അത് തെറ്റാണോ ശരിയെന്ന് നോക്കാതെ, ത്വരീഖത്തിലെ ഇമാമികൾ എന്താ പറഞ്ഞു, അത് ശരിയാണോ തെറ്റാണെന്ന് നോക്കാതെ എന്ത് ചെയ്യുക? അവരെ പിൻപറ്റി ജീവിക്കുക. അത് വലിയ അപകടകരമാണ്. അവർക്ക് മഹാന്മാരല്ലേ, അവർക്ക് പണ്ഡിതന്മാരല്ലേ, ഖുർആൻ പഠിച്ചവരല്ലേ, ഹദീസ് പഠിച്ചവരല്ലേ എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഷഹാദത്ത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധന മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സവാച കർമ്മണ നാം സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരിക്കും നാം ജീവിതത്തിൽ പാർത്ത് നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊണ്ട് എത്ര വലിയ മഹാന്മാരെ പിൻപറ്റിയാലും ശരി, നേതാക്കന്മാരെ പിൻപറ്റിയാലും ശരി, വാപ്പന്മാരെ പിൻപറ്റിയാലും ശരി, ആരെ പിൻപറ്റിയാലും ശരി, ത്വരീഖത്തുൽ ഇമാമിൽ പിൻപറ്റിയാലും ശരി, ഇസ്ലാമിൽ നിന്നും വഴിച്ചു പോകും. അത് വലിയ അപകടകരമായ കാര്യമാണ്. നമ്മൾ ഷഹാദത്തിന് വ്യതിരിച്ചു. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടിരിക്കേണ്ടതാണ്. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേറ്റയെ പിൻപറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാനാണ് നാം എന്ത് ചെയ്യേണ്ടത്? കരാർ ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിനോട് വഅദ ചെയ്തിട്ടുള്ളത്, ഷഹാദത്ത് ചൊല്ലുന്നത്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഷഹാദത്ത് ചൊല്ലുമ്പോൾ എല്ലാ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപമോചന തേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് മാത്രമായിരിക്കുക. കാരണം എന്താണ്? ദുആ ഇബാദ, ദുആ അത് ആരാധനകൾ മറിഞ്ഞ നിലക്കുള്ള വൈബിയ നിലക്ക് സഹായപ്പെടുത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താകുന്നു? ഇബാദത്താകുന്നു. ഇബാദത്തിന് അർഹൻ അള്ളാഹു ആകുന്നു. അള്ളാഹു വഴിയുള്ളവർക്ക് ഇബാദത്ത് അർപ്പിച്ചാൽ ശിർക്ക് വരും. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ള ഷഹാദത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിനെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആരാധിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ നേർച്ചകൾ അർപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിലുള്ളവർക്ക് സൃഷ്ടികളാണ്. ജീവിച്ചിരിക്കട്ടെ, മരിച്ചവരാകട്ടെ, ബിംബങ്ങളാകട്ടെ, മഹാന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, എത്ര മഹാനായാലും ശരി എന്ത് ചെയ്യുന്നു? അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് ആരാധനകൾ അർപ്പിക്കുക. അത് ബിംബമായാലും ശരി, മഹാന്മാരായാലും ശരി, അവർക്കൊന്നും ആരാധനകൾ അർപ്പിച്ചാൽ അതെന്താവുന്നു? ശിർക്ക് വരും. ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു. അതാണ് നമ്മൾ ഷഹാദത്ത്. അഷ്ഹദു, ഞാൻ സാക്ഷി വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ മറ്റാരുമില്ല
എന്ന് നമ്മൾ സാക്ഷി വഹിക്കുമ്പോൾ നമ്മൾ ആ സാക്ഷ്യവചനത്തിൽ ഉറച്ചു നിൽക്കണം. എല്ലാ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപവും തേട്ടങ്ങളും ഒക്കെ തന്നെ ആരാധനകളാവുന്നു. ആരാധിക്കാൻ അള്ളാഹുവെന്ന്, അള്ളാഹുവിനോട് അല്ലാതെ മറ്റാർക്കും നമ്മൾ എന്ത് ചെയ്തുകൂടാ, ആരാധന അർപ്പിച്ചുകൂടാ, അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൂടാ. അങ്ങനെ അതോടുകൂടി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സാവാച കർമ്മണ നമ്മൾ സ്വീകരിക്കുമ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളായിരിക്കണം നാം ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്. അതിനുള്ളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചറിഞ്ഞേ പറ്റൂ. നേതാക്കന്മാരെ പിൻപറ്റി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ശരിയാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. നമ്മളെന്ത് ചെയ്യുന്നു, നേതാക്കന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ മതപണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ പൂർവികനോ വാപ്പാപ്പാൻ്റെ ആചാരം പിൻപറ്റി ജീവിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണോ അല്ലേ എന്ന് നമ്മൾക്ക് അറിയില്ല. അങ്ങനെ അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എല്ലാത്തൊരു ചര്യ പിൻപറ്റിയാൽ പണ്ഡിത പുരുഷന്മാരെ പിൻപറ്റി നരകത്തിലിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം അള്ളാഹു എടുത്തുവച്ചിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങളെന്ത് ചെയ്യുന്നു, ഞങ്ങൾ നേതാക്കന്മാരെ മഹാന്മാരെയാണ് പിൻപറ്റിയത്, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഞങ്ങൾ വഴിവെച്ചു പോയത് എന്ന് ഖേദിച്ച് പറയുന്നുണ്ട് നരകത്തിൽ കിടന്നുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ ഖേദത്തോടുകൂടി ഉള്ള വർത്തമാനം നരകത്തിൽ സംഭാഷണം അല്ലാഹു നമുക്ക് മുൻകൂർ അറിയിച്ചു തന്നു. പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റാൻ പാടുള്ളതല്ല. പണ്ഡിത പുരോഹിതന്മാർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റും. മനുഷ്യന്മാരാണ് എല്ലാവരും. പ്രവാചകന്മാരല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നു, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം നന്മയും തിന്മയും ചെയ്യുന്നവരാണ് മനുഷ്യന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇൻ തവ്വാബൂൻ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരുടെ ഉത്തമന്മാർ പ്രസവിക്കുന്നവരാണ്. അപ്പോൾ തെറ്റുകളും ശരിയും ചെയ്യുന്നവരാണ് മനുഷ്യന്മാരൊക്കെ തന്നെ, പ്രവാചകന്മാരൊഴികെ. അപ്പോൾ പ്രവാചകന്മാരെ മാത്രമേ നമുക്ക് മാതൃകയായി സ്വീകരിക്കാൻ പാടുള്ളൂ. അവരിൽ നിന്നെല്ലാം തെറ്റുകുറ്റം വരികയില്ല. ഒരു മാതൃകയായി കൊണ്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ പ്രവാചകൻ. അപ്പോൾ നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിൻപറ്റേണ്ടത്. അതിനായി എന്നും വേണം നാം പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളും പഠിച്ചറിയണം. എന്നിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നബി സാഹിബ് ദൈവിച്ച മാർഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അലി സാബി, ഞാൻ എൻ്റെ സാബത്ത് ഏതൊരു മാർഗത്തിനും ആ മാർഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗീയ അവകാശികൾ, ബാക്കി 72 ഭാഗം നരകത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നരകത്തിലുള്ള എൻ്റെ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവരാണ്, നോമ്പ് വെക്കുന്നവരാണ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമികൾ. ആ നമസ്കരിക്കുന്നവർ നോമ്പ് വെക്കുന്നവരായ നരകത്തിൽ 72 സമൂഹം എന്തുകൊണ്ട് നരകത്തിൽ പോയി? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ പിൻപറ്റിയില്ല. അവർ സ്വന്തമായ എന്ത് ചെയ്തു, മറ്റൊരു മദ്ഹബ് സ്വീകരിച്ചു. ഒന്നുകിൽ മാപ്പപ്പാൻ്റെ മദ്ഹബ് അല്ലെങ്കിൽ മറ്റു തെരീഖത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാതെ അവർ സ്വന്തമായി കണ്ടുപിടിച്ച മദ്ഹബോ അല്ലെങ്കിൽ മതത്തിലെ നീക്കുപോക്കുകളോ വരുത്തി എന്ത് ചെയ്തു, ബിദ്അത്തുകളോ ശിർക്കുകളോ ചെയ്ത് അവരെന്ത് ചെയ്തു, മുന്നോട്ട് പോയി. അതാണ് നല്ലതെന്നായിരുന്നു. പിശാച് അവർക്ക് വഴിവെപ്പിച്ചു. ആ വഴിവെപ്പിച്ച ആ പണ്ഡിത പുരോഹിതന്മാരെ നമ്മൾ പിൻപറ്റിയാൽ നമ്മൾ വഴിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി വീഴ്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാതൃകയായി നേതൃത്വം നൽകാനാണ് അല്ലാഹു തആല, മാതൃക കാണിച്ചു തരുവാനാണ് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റി ജീവിക്കേണ്ടത്. അങ്ങനെ പിൻപറ്റി ജീവിക്കുന്ന സാബി, ഞാൻ എൻ്റെ സാബിയുടെ മാർഗം, ആ മാർഗം അതാണ് സ്വർഗത്തിലെ മാർഗം, സ്വർഗത്തിലേക്കുള്ള വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത്. അപ്പോൾ ആ മാർഗം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചറിയണം. ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മളും വഴിച്ചു പോകും. പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റിയാൽ, നേതാക്കന്മാരെ പിൻപറ്റിയാൽ എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ധാരാളം പ്രഭാഷണങ്ങൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പ്രഭാഷണങ്ങൾ ഒക്കെ ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യോത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഖുർആനും ഹദീസുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തഫ്സീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? സമസ്തക്കാരിൽ മരിച്ചുപോയി മഹാത്മാവ് ഇസ്തിഗാസ നടത്താൻ, സഹായം ചോദിക്കാൻ, വഫാത്തായ പ്രവാചകനോട് പാപമോചനം തേടാൻ, അതേപോലെ തന്നെ വഫാത്തായവർക്ക് ജാറകൾ കെട്ടിപ്പൊക്കാൻ,
അവിടെ പോയി സങ്കടം പറയാൻ നേർച്ച അർപ്പിക്കാനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, തെളിവുകളായി ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അല്ലെങ്കിൽ വാപ്പപ്പാനും ചരിയിൽ നിന്നാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ശരി? മുജാഹിദീങ്ങളാണെങ്കിലും അതിന് എതിരുമാണ്. അത് ശരിയല്ല, അതൊക്കെ ആരാധനകളാണ്, അല്ലെങ്കിൽ അള്ളാഹുവാണ്. അതിനും എന്ത് ചെയ്യുന്നു, ആയാത്തുകൾ ഓതുന്നു, ഹദീസുകൾ ഓതുന്നു. മുജാഹിദിൽപ്പെട്ട പല വിഭാഗം ആളുകൾ വ്യത്യസ്ത മുജാഹിദിലും അതേപോലെ തന്നെ സമസ്തക്കാരിലും ഭിന്നിച്ചു പോയി. സമസ്തക്കാരെന്ത് ചെയ്തു, പല സംഘടനകളായി ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നു. മുജാഹിദീങ്ങളും സംഘടനകളായി ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പരസ്പരം എന്ത് ചെയ്യുന്നു, അവർ എതിർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാണ് ശരി, ഏത് മുജാഹിദാണ് ശരി, ഏത് സമസ്തയാണ് ശരി? നമുക്ക് ഈ ഖുർആൻ ഹദീസ് പഠിച്ചറിയാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി ഏത് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. എല്ലാവരും പറയുന്ന ഹദീസാണ്, എല്ലാവരും പറയുന്ന ഖുർആനാണ്. സമസ്തക്കാർ പറയുന്ന ഖുർആൻ എന്നാണ്. അവരെന്ത് ചെയ്യുന്നു, തഫ്സീർ പറയുന്നു. മുജാഹിദീങ്ങൾ എന്ത് ചെയ്യുന്നു, പരിശുദ്ധ ഖുർആൻ ഓതുന്നു, തഫ്സീർ പറയുന്നു. അപ്പോൾ മുജാഹിദിൽപ്പെട്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. സമസ്തക്കാരിൽപ്പെട്ടവർ മുജാഹിദീങ്ങളിൽ വാദപ്രതിവാദം നടത്തുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ആയത്തും ഹദീസും ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ്? എല്ലാവരും ആയത്ത് തോന്നുന്നു, എല്ലാവരും ഹദീസ് തോന്നുന്നു, എല്ലാവരും തഫ്സീർ പറയുന്നു. ഏതാണ് തെറ്റ്, എന്താണ് ശരി എന്ന് എന്തല്ല സാധാരണക്കാരനായ നമുക്കറിയില്ല. അപ്പം അതിനായി നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചെന്ന കാര്യം എന്താണ്? ഫലാ റബ്ബിക്, എൻ്റെ റബ്ബിനെ സത്യം, ലാ യുമിനൂന, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യഹ്കുമൂക, പ്രവാചകരെ താങ്കളെ വിധികർത്താവായി സ്വീകരിച്ചതുവരെയും, ഫീമാ ശജറ ബൈനഹും, അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ വിധികർത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കണം. അതുവരെ മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവില്ല, ഇസ്ലാമിന് പുറത്തു പോകും എന്നുള്ളതാണ്. തർക്കം വന്നു കഴിഞ്ഞോ, അപ്പം നബി സ്വാമി ചോദിച്ച മാർഗത്തിൽ അതെന്താണ് ഉള്ളത് എന്ന് പരിശോധിച്ചിട്ടായി വിശ്വാസം ശരിയായിരിക്കും പിൻപറ്റേണ്ടത്. എന്നല്ലാതെ ആ തഫ്സീറിൽ അങ്ങനെ പറഞ്ഞു, ഈ തഫ്സീർ ഇങ്ങനെ പറഞ്ഞു, ആ സാഹിബി അങ്ങനെ പറഞ്ഞു, ഈ സാഹിബി ഇങ്ങനെ പറഞ്ഞു, ആ മഹാൻ അങ്ങനെ പറഞ്ഞു, ഈ മഹാൻ ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ പിന്നാലെ പോയാൽ വഴിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ആ വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, അതാണ് നാം കണ്ടറിയാൻ സ്വീകരിക്കേണ്ടത്. ഇല്ല എങ്കിൽ വഴിവെച്ചു പോകും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം ഇവിടെ ഐക്യസംഘം എന്ന് പറഞ്ഞിട്ട് ഒറ്റ സംഘമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 1924 കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തു. പിന്നീട് അതിന് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ഇസ്തിഗാസ, അതായത് മറ്റു മഹാത്മാക്കൾ ഇസ്തിഗാസ സഹായപ്പെടുത്തുന്നത് അത് ജായിസാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘടന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന പേര് വേറെ ഐക്യസംഘത്തിന് പുറത്തു പോകുന്നു, കേരള ജംഇയ്യത്തിനും പുറത്തു പോകുന്നു, മറ്റു സംഘടന രജിസ്റ്റർ ചെയ്തു 1926. തുടർന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് സംഘടനകൾ പല ആളുകളും അതിൽ നിന്ന് പുറത്തു പോകുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാർ, തബ്ലീഗ് ജമാഅത്ത്, അങ്ങനെ വ്യത്യസ്ത തുരീഖത്തുകളിലും മാർഗങ്ങളിലും പല ആളുകളുമായിട്ട് പിരിഞ്ഞു പോകുന്നു. സമസ്തയും പിരിഞ്ഞു വ്യത്യസ്ത തുരീഖത്തുകളായി, വ്യത്യസ്ത നേതാക്കന്മാരെ പിന്നിലായി, മുജാഹിദീകളും വ്യത്യസ്ത തുരീഖത്തുകളായി, വ്യത്യസ്ത നേതാക്കന്മാരായി, പല സംഘടനകളായി ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹദീസും പഠിച്ചറിയാതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗം നമ്മൾ മുമ്പിലില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ പല പ്രസംഗങ്ങളും ഞങ്ങൾ ചർച്ചകളും പോയി പങ്കെടുത്ത് വെറുതെ സമയം കളയുന്നതിന് പകരം ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുക. ആ സമയം കൊണ്ട് വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്, ചോദ്യോത്തരങ്ങൾ ഉണ്ടാവാറുണ്ട്, മുഖാമുഖങ്ങൾ ഉണ്ടാവാറുണ്ട്, മണ്ഡന പ്രസംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ പോയി സമയം കളയാതെ നമ്മളെന്ത് വേണം, നമ്മൾ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിയുക. അതിന് പറ്റിയ ഒരു ഗ്രന്ഥമാണ് അമ്മാനിമാരും തഫ്സീർ. പദാപദ അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, ഒട്ടാകാർത്ഥം എഴുതിയിട്ടുണ്ട്, തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്, ഹദീസുകൾ എഴുതിയിട്ടുണ്ട്, പണ്ഡിതമായ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബുഖാരി മുസ്ലിം പോലെ ഹദീസുകൾ പരിഭാഷ നമ്മൾ കൈവശം ഉണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ ധാരാളമായി പരിഭാഷകൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച് ഖുർആനും ഹദീസും അർത്ഥത്തോട് വായിച്ചു പഠിക്കുക. വെറുതെ സമയം യൂട്യൂബുകളാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പൊതു സദസ്സുകളാകട്ടെ പോയിട്ട് കക്ഷി ചേർന്ന് പരസ്പരമുള്ള പ്രസംഗങ്ങളിലും
അതേപോലെ തന്നെ ഖണ്ഡന മണ്ഡന പ്രസംഗങ്ങളിൽ നമ്മൾ സമയം എടുത്തുകൊണ്ട് നമ്മൾ പകലന്തിയോളം കഴിച്ചു കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഏത് പക്ഷത്താണോ ആ പക്ഷമാണ് ശരി. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കാതോർത്ത് അത് ആ പാർട്ടിക്ക് വേണ്ടി നമ്മൾ വായിച്ചു കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് തിരിച്ചറിയാൻ ഉള്ള ഒരു കഴിവ് ഉണ്ടാകാതെ പോകും. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പരിഹരിക്കണം. അതിന് തഫ്സീർ പഠിച്ചറിയണം. അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ ഇത്ര സമയം ഞാൻ ചെലവഴിച്ചത്. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് അവതരിപ്പിച്ചത് ഇഖ്റ ബിസ്മിയാണ്. ഇഖ്റ വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നാളെ ഖബറിൽ ചോദ്യം ചെയ്യും, മാ ഇൽമുക, നിന്റെ ഇൽമ് എന്തായിരുന്നു, വിജ്ഞാനം എന്തായിരുന്നു ചോദിക്കുമ്പോൾ ഖറഅ്തു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു എന്ന് നമുക്ക് മറിയേണ്ടി പറയുന്നത് അർത്ഥത്തോട് വായിച്ചു പഠിച്ചെങ്കിലല്ലേ നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റുള്ളൂ. സദ്ദഖ്തു ബിഹി, സത്യമാക്കി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചെന്നു ആ മാതൃക ജീവിതത്തിൽ വാർത്തിമാക്കണം. അതാണ് അതിൻ്റെ പ്രാധാന്യം. എങ്കിലേ നമുക്ക് അവിടെ മറുപടി പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ മറുപടി പറയുമ്പോഴാണ് സ്വർഗത്തിലെ കവാടം നമുക്ക് തുറന്ന് വെച്ച് തരുന്നത്. ഇത് നമ്മൾ അർത്ഥത്തോട് വായിച്ച് പഠിക്കാതെ അല്ലെങ്കിൽ നിസ്വാമി ചെറ്റികൾ പഠിക്കാതെ അത് പിൻപറ്റാതെ മരിച്ചു പോയാൽ നമുക്ക് എങ്ങനെ അങ്ങനെ മറുപടി പറയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഇൽമ് അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ജനങ്ങൾക്ക് പഠിപ്പിച്ച് നൽകിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിൻ്റെ വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? അള്ളാഹു വഹി നൽകി, പരിശുദ്ധ ഖുർആൻ വഹി നൽകി. തഫ്സീറായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഇനി ഊത്തിയത്തുൽ ഖുർആന മിസ്ലുമാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എനിക്ക് വിശുദ്ധ ഖുർആനും നബി അത്രത്തിന് വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറാണ്. ഇതല്ല ഇൽമ്, മറ്റൊന്നുമില്ല. അത് മനസ്സിലാക്കുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ എത്ര പരിശുദ്ധൻ, നീ പഠിപ്പിച്ചെന്ന ഇൽമ അല്ലാതെ മറ്റു ഇൽമില്ല. അള്ളാഹ് പഠിപ്പിച്ചെന്ന ഇൽമായിരിക്കണം. അല്ലാത്ത എന്തെല്ലാം ഒരു ഇൽമ് നമുക്ക് സ്വീകരിച്ചുകൂടാ. അത് വളരെ പ്രധാനമാണ്. ഇൽമ് പഠിപ്പിച്ചതെന്ന് അള്ളയാണ്. അപ്പം അള്ളാഹ് പഠിപ്പിച്ചെന്ന ഇൽമാണോ അല്ലേ ഇത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല പഠിപ്പിച്ചെന്ന ഇൽമ കൊണ്ടേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. മറ്റുള്ള ഇൽമ കൊണ്ടൊന്നും പ്രയോജനപ്പെടുകയില്ല. തഫ്സീറുകൾ പല രൂപത്തിൽ ഓരോരുത്തർ അഭിപ്രായപ്രകാരം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഹദീസിന് പിൻബലമുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ. ഇല്ല എങ്കിൽ അതിന് യാതൊരു പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് വിശ്വാസം ചര്യകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹിബത്തെ ഏതൊരു മാർഗം അത് സ്വീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് പറയട്ടെ. സാഹിബിമാർ പറയുണ്ടായി, കുല്ല ഇബാദത്തും തഅബ്ബദ സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ദുഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബിമാർ അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തുകളും പിന്നെയുള്ള അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് സാഹിബിമാർ പറയുകയുണ്ടായി. അതേപോലെ തന്നെ മാ അതാക്കും റസൂൽ നിമിഷം കൊണ്ടുവന്ന് സ്വീകരിക്കുക, മാ നഹാക്കും ബന്ധു വിരോധിച്ചിൽ വിട്ടു നിൽക്കുക. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു. അക്കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദീനിനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഫീക്കും അംറൈൻ, രണ്ട് കാര്യം ഞങ്ങൾ വിട്ടേച്ചു പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴി വെച്ചു പോവുകയില്ല. അത് എന്താവുന്നു? പരിശുദ്ധ ഖുർആനാവുന്നു. അതിൻ്റെ തഫ്സീറായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമാകുന്നു. ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകൾ വെച്ചിട്ട് വർത്തമാനം വെച്ച് ഉത്തമമായ വർത്തമാനം അത് അള്ളാഹുവിൻ്റെ വർത്തമാനമാവുന്നു, പരിശുദ്ധ ഖുർആനാവുന്നു. ചര്യകളെ കൂട്ടത്തിൽ ഉത്തമമായ ചര്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാവുന്നു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിരിക്കണം നാം ജീവിതത്തിൽ വാർത്തയാക്കേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വർത്തമാനം പരിശുദ്ധ ഖുർആനാണ് പഠിച്ചറിയേണ്ടത്. അത് രണ്ടും പഠിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പരിശുദ്ധ ഖുർആനും പഠിച്ചു ഖുർആനായി പരിശ്രമിക്കണം, അതിനായി സമയം ചെലവഴിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓതിയ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും ഇൻഷാ അല്ലാഹ് കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ ഖല്ല, പതിവായി നാം ചെയ്യുന്നു വരുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ചെയ്യാം. എല്ലാ ദിവസവും സുബ്ഹിസ്കാരാനന്തരം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതിയും അർത്ഥം പറയും ഹദീസ് പറയും ചെയ്തുകൊണ്ട് പതിവ് നമുക്കുണ്ട്. അപ്പോൾ ആ പതിവിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ ക്ലാസ്സും ഇവിടെ വെച്ച് നടക്കുന്നത്. പള്ളിയിൽ വെച്ചാണ് നമ്മൾ ക്ലാസ് നടക്കുന്നത്.
അത് അക്കാര്യം ഓർക്കുക. പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുക, ഹദീസുകൾ തഫ്സീർ പറയുക, അത് പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ള കാര്യം വളരെ പുണ്യകരമായ കാര്യമാണെന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. മാജത്തമാവും ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ വീടുകളിൽ വെച്ച് ഏതെങ്കിലും ഒരു വീടുകളിൽ ഒരു സമൂഹം ഒരുമിച്ച് കൂടിയിട്ടില്ല, യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ച് പഠിച്ചുകൊണ്ട് യത്ലൂന കിതാബ് അല്ലാഹി, യത്ലൂന കിതാബ് അല്ലാഹി വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പഠിക്കുക, ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഇല്ലാ ലസലതായി സക്കീന, അവർ സമാധാന ശാന്തി അവരെ ഇറങ്ങാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ചിട്ട് ഏതെങ്കിലും ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ചിട്ട് പരിശുദ്ധ ഊതി കേൾപ്പിക്കും, ഹദീസുകൾ പറയുകയും ചെയ്ത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഖുർആൻ പഠിച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ സക്കീനത്ത് ഇറങ്ങുക തന്നെ ചെയ്യും. ഇറങ്ങാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക തന്നെ ചെയ്യും, ഇല്ലാതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇറങ്ങുക തന്നെ ചെയ്യും. വാഷിയത്തും റഹ്മ, കാന്മാരും മൂടപ്പെടും. വഹഫിൽ മലായിക, മലക്കുകൾ അവർ പുതിയപ്പെടും. വദക്കർഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരെ സംബന്ധിച്ച് ഖറീബീൻ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു തആല നമ്മളെ സംബന്ധിച്ച് പ്രസ്താവിക്കപ്പെടും. ആ ഒരു സദസ്സിലാണ് അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അള്ളാഹു മഗ്ഫിർ റഹ്മു എന്ന് എന്ത് ചെയ്യുന്നു, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, മറ്റു മലക്കുകൾ. അതേപോലെ തന്നെ മാളങ്ങൾ, എറുമ്പുകൾ, അതേപോലെ തന്നെ വെള്ളത്തിൽ മത്സ്യങ്ങൾ മറ്റു രീതിയിൽ പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിർ റഹ്മു, നമുക്ക് മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പള്ളിയിൽ വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഖുർആൻ ഹദീസും ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളി ഉപയോഗിച്ചിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുവാനും തഫ്സീർ പഠിക്കുവാനും ആയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കിയില്ല. 13ാമത്തെ വർഷമാണ് 5 വക്ത് നമസ്കാരം നിർബന്ധമാകാൻ, തുടർന്നാണ് മറ്റുള്ള എല്ലാ ഫർളായ അമലുകളും നിർബന്ധമാക്കുന്നത്. അപ്പോൾ ഈ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു, സാഹിബന്മാർക്ക് തഫ്സീറും പഠിപ്പിക്കുകയായിരുന്നു, ശുദ്ധീകരണം വരുത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫറളാണ് ഖുർആൻ അർത്ഥവും വായിച്ച് പഠിക്കുക, തഫ്സീർ ഹദീസിൽ പഠിക്കുക എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതിൻ്റെ പ്രാധാന്യം നാം വിട്ട് കളയരുത്. അതുകൊണ്ട് ഖുർആൻ ഹദീസ് പഠിച്ചറിയണം, എങ്കിൽ നമുക്ക് രക്ഷയുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിലേക്കാണ് ഞാൻ ഊന്നൽ നൽകുന്നത്. അവിടെ അള്ളാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫർളായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുലേക്ക് നമ്മൾ ഏറ്റവും അടുക്കേണ്ടത്. ഹദീസ് നബി സല്ലല്ലാഹു അല്ലാഹു തആല പറഞ്ഞായി വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്, മാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ അഫ്തറതുഹു അലൈഹി, എൻ്റെ അടിയാൻ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൊണ്ട് മാത്രമാകുന്നു. അപ്പോൾ നിർബന്ധ കർമ്മം കൊണ്ട് മാത്രമാകുന്നു അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക. അത് ചെയ്തെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കുക അത് നിർബന്ധമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ജമാഅത്തായി തന്നെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ പിന്നെ വർഷത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്, സകാത്ത് നൽകിക്കൊണ്ട്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഫർളായ അമലുകൾ ചെയ്തുകൊണ്ടല്ലാതെ ഒരു ആർക്കും അള്ളാഹുലേക്ക് ഉള്ളടുക്കാൻ സാധ്യമല്ല. മഹാന്മാർ മുഖേന അള്ളാഹുലേക്ക് അടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ വിശ്വാസമാണ്. മഹാന്മാരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരുടെ വിശ്വാസം കാഫിര്യങ്ങളുടെ വിശ്വാസമാണ്. നമ്മൾ അമൽ കൊണ്ടല്ല, നമുക്കെന്തല്ല അള്ളാഹു എടുക്കാൻ സാധ്യമല്ല. വസീലത്താണ് സമീപന മാർഗം എന്നാണ്, സമീപന മാർഗം പുണ്യകർമ്മം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി കേൾപ്പിക്കാം, അർത്ഥം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീലാ. അല്ലാഹു തആല വെല്ലുവിളിക്കണം. ഖുൽ പറയുക, നിങ്ങൾ ദുആ ചെയ്യുവിൻ, അല്ലദീന യാതൊരു കൂട്ടർ സഅംതും നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന അവരോട്, മിന്ദൂനില്ല മിന്ദൂനിഹി അവന് പുറമെ, മിന്ദൂനിഹി എന്നാണ് മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ,
അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആളുകൾ മക്കയിൽ മുശ്രിക്കുകൾ നബി ഇസ്ലാമിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്ന മഹാന്മാരായ ഉദ്ദീൻ നസ്രി യഹൂദ് പോലെയുള്ള ഇവരോടും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാം പോലെ ധാരാളം 360 ബിംബങ്ങൾ മഹാന്മാരുടെ ബിംബങ്ങൾ എന്ത് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. മലക്കുകളുടെയും ജിന്നുകളുടെയും അതേപോലെ ഇസ്ലാമിൻ്റെയും ഓരോ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ബിംബങ്ങളിൽ നിന്ന് പറഞ്ഞാൽ കല്ലുകളോടല്ല അവർ പ്രാർത്ഥിച്ചിരുന്നത്, ആ ഉണ്ടാക്കി വെച്ച കല്ലിനോടല്ല, ആ ബിംബം ആരുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിനെ പ്രതിനിധീകരിക്കുന്ന ആ മഹാനോടായിരുന്നു എന്തെങ്കിലും സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ച് നേർച്ചകൾ അർപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഒക്കെ അള്ളാഹു സൃഷ്ടികളാണല്ലോ. എത്ര മഹാനാരെയും അള്ളാഹു സൃഷ്ടികളെ മലക്കളായും ജിന്നുകളായും ഒക്കെ തന്നെ അള്ളാഹു സൃഷ്ടികളാണ്. ചുരുക്കം പറഞ്ഞാൽ സൃഷ്ടികളോടായിരുന്നു അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടികളോട് അവർ പ്രാർത്ഥിച്ചിരുന്നു, ആരാധന നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അതിൻ്റെ പൊള്ളത്തരം അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, അവരൊക്കെ ആ കൂട്ടർക്ക് അഹുല ഷുഫാന എന്തല്ല എന്നായിരുന്നു, അള്ളാഹുവിൻ്റെ അടുക്ക് ശുപാർശക്കാരെന്ന് എന്നായിരുന്നു വിശ്വാസം. കാര്യം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുവിൻ അല്ലദീന അതൊരു കൂട്ടരോട് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നവരോട് ബിന്ദുവിഹി അവന് പുറമെ അള്ളാഹുവിന് പുറമെ ഫല അംജിക്കൂന അവർക്ക് സാധിക്കുകയില്ല കശ്ഫ ദുർരി അൻകും വല തഹ്വീല ദുർറ് എന്ന് മാറ്റുവാൻ അവർക്ക് സാധ്യമാവുകയില്ല, ഒരു മാറ്റം വരുത്തുവാൻ പോലും സാധ്യമല്ല. കശ്ഫ നീക്കുവാൻ സാധ്യമല്ല, ദുർറെ നീക്കുവാൻ സാധ്യമല്ല. അൻകും നിങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രയാസം കഷ്ടപ്പാടുകൾ ഒക്കെ ഉണ്ടായാൽ അത് നീക്കാനൊക്കെ സാധ്യമല്ല. ബദരീങ്ങൾ രക്ഷിക്കണേ, മദീശയൊക്കെ കാക്കണേ, മുത്തനബിയൊക്കെ പാപം പൊറുത്തരേ എന്ന് പറഞ്ഞാൽ അതിനൊന്നും ആർക്കും സാധ്യമല്ല. പാപം പൊറുക്കുന്ന അള്ളാഹു മാത്രമാണ്. ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചാണ്, ആവർത്തി പറഞ്ഞാലാണ് അള്ളാഹുല പാപം ഓർക്കുന്നില്ല. പിന്നെ നബിയെ പാപം ഓർത്തനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം തേടി ആ ഒരു കാര്യമില്ല. ഇങ്ങനെ ബരീങ്ങൾ രക്ഷിക്കണേ മദീശയൊക്കെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ആ ഒരു കാര്യമില്ല. അവർക്ക് ആർക്കും എന്തെന്നല്ല, അവർക്ക് സാധ്യമല്ല എന്ന് ഖുർആൻ അള്ളാഹു തആല ഖുർആനിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഫല അംലികൂന അവർക്ക് സാധിക്കുകയില്ല കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല നിങ്ങളിൽ നിന്ന് ദുർറിനെ നീക്കുവാനോ ഒരു മാറ്റം വരുത്തുവാനോ ചെറിയ മാറ്റം വരുത്തുവാനോ അവർക്കാർക്കും സാധ്യമല്ല. ഉലായിക്ക അക്കൂടർ അല്ലദീന യാതൊരു കൂട്ടം യദഊന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, യബ്തഊന അവരെന്ത് ചെയ്യുന്നു ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, ഇലാ റബ്ബിഹിം അവർ രക്ഷിതാങ്കിൽ വസീലത്തെ സമീപന മാർഗം, അയ്യുഹും അഖറബു അവർ ഏറ്റവും അടുത്തവരാരോ അവരെ വെറുജൂൻ അവർ ആഗ്രഹിക്കുന്നു, റഹ്മത്തഹു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ, അഹാബൂൻ അവർ ഭയപ്പെടുന്നു, അദാബുഹു അള്ളാഹുവിൻ്റെ ശിക്ഷയെ. ആ മരിച്ചു മഹാത്മാക്കൾ ആകട്ടെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആകട്ടെ, ഉദ്ദാകട്ടെ, നസ്രാകട്ടെ, ഏതൊക്കെ മരിച്ചു മഹാത്മാക്കൾ ബിംബങ്ങൾ ഉണ്ടാക്കി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അവസ്ഥയാണ് അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യുന്നത് വിശദീകരിച്ചു തരുന്നത്. ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാകട്ടെ അവരൊക്കെ എന്ത് ചെയ്യുന്നു അള്ളാഹുവിലേക്ക് സമീപന മാർഗം എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാവുന്നു എന്നൊക്കെയാണ് അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്തില്ല, പ്രാർത്ഥിച്ചോ രക്ഷ ചോദിച്ചിട്ടോ പാപം നേടി യാതൊരു കാര്യമില്ല. അവർക്ക് നിങ്ങൾക്ക് വന്നെത്തിയ പ്രയാസം ഞെരുക്കം നീക്കി തരുവാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നീക്കുവാനും മാറ്റം ഉണ്ടാക്കുവാനും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ നിശ്ചയമായും ആ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷ യഖാഫൂന അദാബഹു എന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ എന്ത് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. മരിച്ചുപോയ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ചെയ്യുന്നു. അള്ളാഹു ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളൊക്കെ തന്നെ അള്ളാഹു വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പരലോക ശിക്ഷയെ ഇഹ്ലാവസ്ഥയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഈ മരിക്കാതെ ഒരു ഇഹ്ലാവസ്ഥ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. മരിച്ചൊരു മരണാനന്തരം ഉണ്ടാകാൻ പോകുന്ന പരലോക ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ വിചാരണ ദിവസങ്ങളിൽ മാത്രമേ ആരാണ് സുഖത്തിലേക്ക് ആരാണ് നരകത്തിലേക്ക് അറിയുള്ളൂ. ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവർക്കെന്തല്ല നിങ്ങളെ ഉള്ള പ്രയാസം ഞെരുക്കം നീക്കാൻ സാധ്യമല്ല എന്നാണ് അവർ അള്ളാഹു ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ നിശ്ചയമായും അള്ളാഹുവിൻ്റെ ശിക്ഷ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്ത് ചെയ്യുന്നു ഭയപ്പെടേണ്ടത് തന്നെയാവുന്നു, സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഭയപ്പെടേണ്ടത് തന്നെയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കേണ്ടതുണ്ട്. കേട്ടുകേൾവികളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഫാൻസുകളായി പോയിക്കൂടാ. പണ്ഡിത പുരോഹിതന്മാർ പിൻപറ്റി വഴിച്ചു പോയ ആ സമൂഹം
നരകത്തിൽ കിടന്ന് പറയുന്ന കാര്യം അല്ലാഹു മുൻകൂട്ടി നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. റബ്ബനാ നാഥാ ഇന്നാ ഞങ്ങൾ അതായന ഞങ്ങൾ അനുസരിച്ചു, സദത്തന നേതാക്കന്മാരെ ഖുർആന ഞങ്ങളെ മഹാന്മാരെ ഞങ്ങൾ അനുസരിച്ചു, ഫദല്ലൂന അവർ എന്ത് ചെയ്തു ഞങ്ങൾ വഴിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിച്ചുകൊണ്ട് അവർ നരകത്തിലെ അവരുടെ മുഖങ്ങൾ മറിച്ചിട്ട സന്ദർഭത്തിൽ അവർ പറയുന്ന പ്രാർത്ഥന, അവരുടെ സങ്കടം അല്ലാഹു തആല എന്ത് ചെയ്യുന്നു നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തന്ന് കിട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കൂട്ടമായി എന്ത് ചെയ്യുന്ന നരകത്തിലേക്ക് ഇടപെടുമ്പോൾ മലക്കത്തിൽ നിന്ന് കാക്കുന്ന മലക്ക് ചോദിക്കണം, അല്ലെങ്കിൽ നദികൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് പോകാൻ താക്കീത് വന്നിട്ടില്ലയോ എന്ന് പറയുന്നു. പ്രവാചകൻ വന്നിരുന്നു, ഞങ്ങൾ അവരെ കളവാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ പിൻപറ്റി ജീവിക്കാൻ തന്നെ തയ്യാറായില്ല. ഞാൻ നേതാക്കന്മാരെ, വണ്ടീരന്മാരോ അപ്പൂപ്പന്മാരെ, തെരീക്കത്തിന് ഇമാമിങ്ങളെ പിൻപറ്റി ജീവിച്ചു പോകുന്നു, ഞങ്ങൾ സംഘടനാ നേതാക്കന്മാരെ പിൻപറ്റി പോകുന്നു എന്നൊക്കെ. ആരെ പിൻപറ്റിയാലും ശരി, നിബ്സുഭാഷമേ അല്ലാതെ ആരെ പിൻപറ്റിയാലും വഹിച്ചു പോകും എന്നാണ് ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ സമൂഹത്തിനും ഓരോ പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവർക്ക് നേതൃത്വം നൽകുന്നത് അവർക്ക് ആ നേതൃത്വം നൽകിയെന്ന് എന്താണ്? സുല്ലൂക്കുമാറൈത്തുമുസല്ലി, ഞാനിങ്ങനെ നമസ്കരിച്ച് കാണിച്ചു തന്നു, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുക. നമ്മുടെ മുമ്പിൽ എന്തായിരിക്കണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഉണ്ടാവണം. എന്നപോലെ എല്ലാ ഹുദു മനാസിക് മുന്നേ നമസ്കാരം മുൻപ് ആമുദ തുടങ്ങിയത് ഹജ്ജ് കൊണ്ട് അവസാനിപ്പിച്ചത് ഹജ്ജ് ഹുദു മനാസിക് മുന്നേ ഹജ്ജ് നമ്മൾ എന്ന് സ്വീകരിക്കുക. മുഴുവനും മാതൃക ആയിരിക്കണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, കദാലിക അപ്രകാരം ജഅൽനാക്കും ആരാക്കിയിരിക്കുന്നു സഹബീരന്മാർക്ക് ആക്കിയിരിക്കുന്നു, ഉമ്മത്തും വസ്ത ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. എത്തുകൂനു ഷുഹദ അന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാവാൻ വേണ്ടി, വൈക്കും റസൂലേക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് മാതൃകാ സാക്ഷിയായിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകാ ജീവിതം സഹബീരന്മാരെ ജീവിതത്തിൽ പകർത്തി നബി സാഹിബത്തെ യോജിച്ച മാർഗം സാബി, ഞാൻ എൻ്റെ സാബത്ത് ചെയ്ത മാർഗം, ആ മാർഗം അതായിരിക്കും നാം സ്വീകരിക്കേണ്ടത്. അതാണ് പഠിച്ചറിയേണ്ടത്, അതാണ് പ്രബോധനം ചെയ്യേണ്ടത്. അങ്ങനെ പരിശുദ്ധ ഖുർആനത്തോട് പഠിച്ച് ഇസ്ലാമിക ചര്യകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹിബത്തെ യോജിച്ച മാർഗം ജീവിതത്തിൽ വാർത്തമാക്കി അത് പ്രബോധനം ചെയ്ത് മാതൃകയായി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂടുതൽ അല്ലാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، أعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم، أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب زدنا علما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا ذهاب همومنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.